നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. നമുക്ക് ഡൽഹി തെരഞ്ഞെടുപ്പിലേക്ക് പോകാം. അതിനു മുമ്പ് രാജ്മോഹൻ ഒരു ഹൃദയഭേദകമായ ഒരു കാര്യം സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല. മഞ്ജുഷയുടെ നവീൻ ബാബുവിന്റെ ഭാര്യയായ മഞ്ജുഷ. ഞാൻ മഞ്ജുഷയോട് സംസാരിച്ചു. വളരെ ഞെട്ടിക്കുന്ന കാര്യമാണ്. കാരണം കേരള ഹൈക്കോടതിയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള അഭിഭാഷകർ ഒരാളാണ് എസ് ശ്രീകുമാർ, സി ബി ഐയുടെ അഭിഭാഷകൻ. മാത്രമല്ല അദ്ദേഹം വളരെ റിപ്പീറ്റഡ് ആയിട്ട് നല്ല സൗമ്യമായി പെരുമാറുന്ന, എല്ലാവരോടും വളരെ എല്ലാവർക്കും പെരുമാറ്റത്തിൽ മതിപ്പ് തോന്നുന്ന, മാധ്യമപ്രവർത്തകർക്ക് വളരെ അപ്രോച്ചബിളാണ്. മാത്രമല്ല, പക്ഷെ അദ്ദേഹം സീനിയോറിറ്റിയിൽ നിൽക്കുമ്പോഴും ഏറ്റവും ബേസിക് ആയിട്ടുള്ള എത്തിക്സ് മറന്നു പോവുകയാണ്. ഈ സീനിയർ എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ പ്രത്യേകത കോടതിക്ക് കൂടുതൽ പ്രാധാന്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബോബി ചെമ്മണ്ണൂരിൻ്റെ കേസ് വളരെ നേരത്തെ പരിഗണിച്ചു ഹൈക്കോടതി. അതിൻ്റെ കാരണം രാമപിള്ള സാർ എടുത്തി എന്നുള്ളതാണ്. ഇതെന്താണ് രാവിലെ ഇവിടെ എന്ന് ചോദിച്ചാണ് ജഡ്ജ് കേസ് ആരംഭിച്ചത്. സീനിയർ പട്ടമുള്ള ആളുകൾ അവിടെ എത്തുമ്പോൾ മുൻഗണന കിട്ടുമെന്നോ? സീനിയർ പദവി ഉള്ളവർ മാത്രമല്ല, റിപ്യൂട്ടഡ് ആയിട്ടുള്ള ഈ വക്കീലന്മാരുണ്ട്. അവർക്ക് എപ്പോഴും അവരുടെ വാദത്തിന് ആദരവ് കൂടുതലാണ്. അവർ സംസാരിക്കുമ്പം മറ്റുള്ളൊരാൾ പറയുന്നതിനേക്കാൾ അവർ പറയുന്ന മൊത്തം കേൾക്കേണ്ടി വരും. ഇപ്പം മുകുൾ റോത്തോക്കി എന്ന് പറയുന്ന സുപ്രീം കോടതി മുകുൾ റോത്തോക്കിക്ക് വന്നാൽ ചീഫ് ജസ്റ്റിസ് ആണെങ്കിൽ പോലും ഇവർ പറയുന്ന മുഴുവൻ കേൾക്കും. മറ്റുള്ളവരെ കഴിഞ്ഞു എന്ന് പറഞ്ഞെടുത്ത് വിടും. അപ്പോൾ കേരള ഹൈക്കോടതിയിൽ അങ്ങനെയുള്ള ഏറ്റവും സീനിയർ അഭിഭാഷകൻ രാമപിള്ള സാറാണ്. പിന്നെയുള്ള പി വിജയഭാനുവാണ്. വിജയഭാനു വളരെ റിപ്പീറ്റഡ്. രാംകുമാർ പക്ഷെ അവരിലാണ്. പക്ഷെ വിജയഭാനു സാറ് വളരെ അത് കഴിഞ്ഞ ആളുള്ള കുറേ വക്കീലന്മാരുണ്ട്. എസ് രാജീവ്, ആ കൂട്ടത്തിലുള്ള ആളാണ്. സി ഉണ്ണികൃഷ്ണൻ, എസ് ഈ പറഞ്ഞ ശ്രീകുമാർ. ഈ ശ്രീകുമാർ വളരെ മിടുക്കനാണ്. പക്ഷെ അദ്ദേഹം കാണിച്ച ചതി എന്ന് പറഞ്ഞാൽ, ഒരു വക്കീൽ എന്താ ചെയ്യേണ്ടത്, വക്കീലിൻ്റെ എത്തിക്സ് എന്താണ്. പലപ്പോഴും ഇപ്പം ചില കേസുകളൊക്കെ എതിർകക്ഷികളുടെ കേസുകൾ എടുക്കുന്ന വക്കീലന്മാർ മറുഭാഗത്ത് എടുക്കാറുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവർ കേസെടുക്കുമ്പോൾ അവരുടെ കടപ്പാട് അവരുടെ ക്ലയൻറ്റിനോടായിരിക്കണം. അവർക്ക് വേണ്ടിയാണ് വാദിക്കുന്നത്. കാരണം ഒരു വക്കീൽ കോടതിയിൽ പോയി വാദിക്കുമ്പോൾ ആ വക്കീൽ സംസാരിക്കുന്നത് ഞാൻ എന്ന് പറഞ്ഞാൽ ആരാണ് ക്ലയൻറ്റ്? അയാൾക്ക് വേണ്ടി. എൻ്റെ വക്കീൽ ഹൈക്കോടതി ചെന്ന് സംസാരിക്കുമ്പോൾ ഹൈക്കോടതി ചോദ്യം ചോദിക്കുന്നത് എനിക്ക് വേണ്ടി, ഞാനാണല്ലോ പറയുന്നത്. അപ്പോൾ എന്നെയാണ് അയാൾ പ്രതിനിധീകരിക്കുന്നത്. അയാൾ പറയുന്നതൊക്കെ എൻ്റെ ഭാഗമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഏറ്റവും അടിസ്ഥാനപരമായ ബേസിക് ലീഗൽ കാര്യങ്ങൾ എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളത് അവരാ തീരുമാനിക്കുന്നത്, നമ്മളല്ല. നമുക്കറിയത്തില്ല. പക്ഷെ പ്രയർ എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ പ്രയർ എന്ന് പറയുന്നത് ഞാൻ പറയുന്നതായിരിക്കണം. എനിക്ക് മുൻകൂർ ജാമ്യം കക്ഷി പറയുന്നത് എനിക്ക് മുൻകൂർ ജാമ്യം വേണമെന്ന് പറഞ്ഞ് ഞാനൊരു വക്കീലിന് കാശ് കൊടുത്തു വിട്ടാൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി എനിക്ക് മുൻകൂർ ജാമ്യം വേണമെന്ന് ചെന്ന് പറയണം. മുൻകൂർ ജാമ്യം കൊടുത്തില്ലെങ്കിലും കുഴപ്പമെന്ന് പറയാനാണ്. അത് ചതിയാണ്. ഇവിടെ CBI അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ ഹർജി കൊടുക്കുന്നു. അപ്പം മഞ്ജുഷയുടെ ഹർജിയിലെ പ്രയർ എന്ന് പറയുന്നത് CBI അന്വേഷണം വേണം കേസിൽ. അതിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആയാലും മതി എന്ന് ചേർക്കാൻ ഒരു വക്കീലിന് അവകാശമില്ല. എസ് ശ്രീകുമാർ എന്ന് പറയുന്ന വക്കീൽ ചെയ്തിരിക്കുന്ന അതാണ് അൺഎത്തിക്കലാണ്, ഇമ്മോറലാണ്, ഇല്ലീഗലാണ്, മനുഷ്യത്വരഹിതവുമാണ്. അത് ഒരിക്കലും ഞാൻ വെറുതെ പറയുന്നില്ല. ഞാൻ മഞ്ജുഷയോട് സംസാരിച്ചിട്ട് പറയുന്നതാണ്. എനിക്ക് ഷോക്കിംഗ് ആണ്. ഈ CBI അന്വേഷിക്കാൻ തയ്യാറാണെന്ന് കോടതി അവർ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടാവാം ഒരുപക്ഷെ CBIയുടെ പഴയ ബന്ധങ്ങളൊക്കെ വെച്ചുകൊണ്ടാവാം ഇവരൊരുപക്ഷെ ശ്രീകുമാറിനെ എടുത്തത്. മുൻ CBIയുടെ അട്ടിമറിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞേ, വേണ്ടതുപോലെ ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു ക്രൂരതയാണ് വാസ്തവത്തിൽ എസ് ശ്രീകുമാർ എന്ന് പറഞ്ഞ അഭിഭാഷകൻ ചെയ്ത്. ഇത് എസ് ശ്രീകുമാറിനെ അപ്രോച്ച് ചെയ്യുന്നവരൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു ഫോൺ വന്നിരുന്ന ഒരാളിൻ്റെ, ഞാൻ പേര് പറയുന്നില്ല, ഒരു പ്രമുഖനായ അഭിഭാഷകൻ്റെ പേര് ഒരാൾ വിളിച്ചിരുന്നു. അയാൾ പറഞ്ഞത് അയാളെ ഇതുപോലെ സ്വന്തം അഭിഭാഷകൻ എതിർഭാഗം ചേർന്നു എന്നാണ്. അയാൾ പറഞ്ഞു, നിങ്ങൾ വാർത്ത കൊടുക്കണ്ട, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് അയാൾ പറഞ്ഞു. അല്ല, ഇത് ഇവിടെ നടക്കുന്ന കാര്യം. അതായത് നമ്മൾ ഈ വക്കീലന്മാരെന്ന് പറയുന്നത് ഈ ക്ലയൻറ്റിൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ പ്രശ്നമാണ്. എനിക്ക് വീട്ടുകാരെ എൻ്റെ ഭാര്യ വക്കീലായതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളിൽ അവർക്ക് ഓഫർ കൊണ്ട് വന്നത്. ഓഫർ മാത്രമല്ല, ഈ വലിയ പ്രഷറുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ ഓഫറാന്ന് ഞാൻ കരുതുന്നില്ല. സർക്കാരിൻ്റെ ഒരാഗ്രഹത്തിന് സർക്കാരിന് വലിയ താല്പര്യമുണ്ട്. ഞാൻ പറയുന്നത് ഈ അഭിഭാഷകനുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില അനുഭവങ്ങളുണ്ട്. എൻ്റെ വക്കീലായിട്ടില്ല ഒരിക്കലും പോലും, പക്ഷേ എനിക്ക് നേരിട്ട് ചില അനുഭവങ്ങളുണ്ട്. ഞാനത് പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് കാരണം നമ്മൾ കോടതിയോട് ബഹുമാനം വേണ്ടി ഞാനത് പറയുന്നില്ല. അതേസമയം ഈ വാർത്ത പുറത്തു വന്നപ്പോൾ അട്ടപ്പാടി മധുവിൻ്റെ കേസ് അന്വേഷിക്കുന്ന കേസിന് വേണ്ടി നിൽക്കുന്ന ഒരു സമിതി ഉണ്ടല്ലോ, അവിടെ സമിതിയുണ്ട്. അവർ ഹൈക്കോടതി വന്നിട്ടുണ്ട്. കാരണം ഈ അട്ടപ്പാടി മധുവിൻ്റെ കേസിൽ ഈ അഭിഭാഷകൻ എന്ന നിലയിൽ ആൾ ഒരുപാട് ഉത്തരവാദിത്വമില്ലാത്ത കാണിച്ചു. അവർ പറയുന്നുണ്ട്
അതുപോലെ വാളയാർ കേസിൽ അവർ പറയുന്നുണ്ട്, ടി പി കേസ് ടി പി കേസിൽ രമ പറയുന്നുണ്ട്. ഇതുവരെ എല്ലാവരും രഹസ്യമാക്കി. മാത്രമല്ല മാർ ആലഞ്ചേരി കേസുണ്ട്, അതിന് പണി കിട്ടിയത് ഭൂമി ഇടപാട് വരെ ബന്ധപ്പെട്ട ഇദ്ദേഹത്തെ ഏൽപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. അതിന് കാരണം പണി അറിയാത്തതുകൊണ്ടല്ല, നല്ല വക്കീലാണ്. പക്ഷേ വക്കീല് ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നു എന്ന് വേണം. അത് പരസ്യമായി ഇത് ആലോചിച്ചു, ഈ സംഭവം ഒന്ന് ആലോചിച്ച് നോക്കി. ഈ നവീൻ ബാബുവിൻ്റെ ഭാര്യ പോയി CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞ് അപ്പീൽ കൊടുത്തപ്പം ക്രൈംബ്രാഞ്ച് അന്വേഷണം ആണെങ്കിലും മതിയെന്ന് പറയുക. ഞാൻ ചോദിച്ചു, അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ വിളിച്ചു ചോദിച്ചു, തിരുത്തി പറഞ്ഞു. ഞാൻ തിരുത്തി പറയത്തില്ലെന്ന് പറഞ്ഞു. അതൊരു വക്കാലത്ത് ഒഴിഞ്ഞു. പക്ഷെ വക്കാലത്ത് ഒഴിഞ്ഞതിൻ്റെ കാര്യം, കാരണം കേസ് കോടതി വാദം കേട്ടു. വാദം കഴിഞ്ഞിട്ട് കോടതി വിധി പറയാൻ വെച്ചിരിക്കുകയാണ്. ഡിവിഷൻ ബെഞ്ചാണ്. ആ ഡിവിഷൻ ബെഞ്ച് ഇനിയും ഇത് കേൾക്കണം നിർബന്ധമൊന്നുമില്ല. വക്കാലത്ത് കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഉണ്ടാണെങ്കിലും കഴിഞ്ഞില്ലേ. എന്തായാലും അവർ തിങ്കളാഴ്ച കൊണ്ട് ഒരു അഫിഡവിറ്റ് സമർപ്പിക്കുന്നുണ്ട്. മറ്റൊരു വക്കീലിനെ കൊടുക്കാൻ പറ്റുമോ? ഇനിയാണ് സാധ്യത അറിയില്ല. പക്ഷേ കേസിന്റെ ഇപ്പൊ കോടതിക്ക് 24 മണിക്കൂർ കേസ് കൊണ്ടിരിക്കാൻ പറ്റില്ല. 100 കണക്കിന് കേസുകൾ വരുമ്പോൾ കോടതി അതിന് സമയം കൊടുക്കുന്നു, വാദം കേൾക്കുന്നു, അതിനുശേഷം കോടതി ഡിസിഷൻ പറയാൻ മാറ്റി വെച്ചിട്ട് പിന്നീട് വീണ്ടും ഉണ്ട് വാദം പറഞ്ഞ് ചെല്ലാൻ പറ്റുമോ? ഭയങ്കരം തന്നെ കേട്ടോ. ഞാൻ പറഞ്ഞ ഈ വാസ്തവത്തിൽ ഈ ബാർ കൗൺസിലൊക്കെ അപ്പം തരം നടപടി. പക്ഷേ ബാർ കൗൺസിൽ നമ്മൾ ഈ ബാർ കൗൺസിൽ പരാതി കൊടുക്കാന്ന് പറഞ്ഞല്ലോ. ചുമ്മാ ഒന്ന് ഓൺലൈനിൽ ചെന്ന് നോക്കാം, അത് ഇത് വർക്ക് ചെയ്യുന്നില്ല. വിളിച്ച മനുഷ്യനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ബാർ കൗൺസിൽ പരാതി കൊടുക്കും. ആളുടെ ബാർ കൗൺസിൽ അംഗങ്ങളായി എനിക്ക് അറിയാവുന്ന ചിലരുടെ പേരും പറഞ്ഞു കൊടുത്ത്. അപ്പോൾ അയാളും പറയുന്നത് എന്ത് സാറേ കൊടുത്തിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി, നിങ്ങൾ വാർത്തയും കൊടുക്കണ്ട, നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു. ബാർ കൗൺസിലിൽ നമ്മൾ ആ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ദിസ് ഈസ് നോട്ട് വർക്കിംഗ് എന്നൊക്കെ പറയും. അതാണ് സ്ഥിതി. ഇത് ഭയങ്കര ക്രൂരമാണ്. നമുക്കത് പറഞ്ഞിട്ട് ഇത് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞതാണ്. നമുക്ക് നേരെ ഡൽഹി തെരഞ്ഞെടുപ്പിലേക്ക് എന്ത് പറയുന്നു? ഡൽഹിയിൽ എന്ത് സംഭവം? ഡൽഹിയിൽ ശരിക്കും ഇത് എന്താണ് ഇപ്പോഴത്തെ ലാസ്റ്റ് 47-23 എന്നാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും അവസാനം മനസ്സിലാക്കാൻ. വല്ല മാറ്റങ്ങളും ഉണ്ടോ എന്നറിയില്ല. എങ്കിൽ പോലും BJP അവിടെ 36 സീറ്റ് കിട്ടിയാൽ ആയിക്കഴിഞ്ഞു. 47 കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു അപ്രതീക്ഷിതമായ ഒരു സംഭവമായിപ്പോയി. മാത്രമല്ല എനിക്ക് വന്നിട്ടുള്ളത്, നമ്മുടെ രാജ്യത്ത് ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളല്ലാതെ ഇത്തരത്തിലൊരു പുതിയ രാഷ്ട്രീയ കക്ഷി രൂപീകരിച്ച് അത് 2 സംസ്ഥാനങ്ങളെ ഭരിക്കാൻ കഴിയുക എന്നൊക്കെ ഉള്ളത് വലിയ അസാധ്യമായ ഒരു കാര്യമെന്ന് കരുതിയിരുന്നത് യാഥാർത്ഥ്യമാക്കിയ ഈ ആം ആദ്മി പാർട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്നാണ്. ഇവിടെ ഇതിന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് ആം ആദ്മി പാർട്ടിയുടെ അവസ്ഥയും അതിൻ്റെ ഭാവിയും, 2 കോൺഗ്രസിൻ്റെ പ്രതീക്ഷയും നിരാശയും, 3 BJPയുടെ ഇടക്കാലത്തുണ്ട തിരിച്ചടിയും അതിൻ്റെ തിരിച്ചുവരും. ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് ചർച്ച ചെയ്താൽ മാത്രമേ പറ്റൂ. നമുക്ക് ആം ആദ്മി പാർട്ടിയെക്കുറിച്ച് ആദ്യം ചർച്ച ചെയ്യാം. ഞാനൊരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ഒരു ഇഷ്ടം കൂടുതൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ആം ആദ്മി പാർട്ടി. നമുക്കെല്ലാം വ്യക്തിപരമായ സ്നേഹം തോന്നും. അല്ല, ഞാൻ പരസ്യം എന്നെമാർ പലരും എന്താണ് രാജ്യദ്രോഹി എന്നൊക്കെ വിളിച്ച് ഈ BJPക്കാർ കളിയാക്കുന്നത് ആം ആദ്മിയോടുള്ള ഒരു അനുഭാവമുണ്ട്. അതാ, ഞാൻ ആം ആദ്മി പാർട്ടിക്കാരനായതുകൊണ്ടല്ല, പക്ഷേ എനിക്ക് ആം ആദ്മി രാഷ്ട്രീയത്തോട് ഇഷ്ടം തോന്നി. അതിൻ്റെ കാരണം ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയ അടിത്തറ എന്ന് പറയുന്നത് സ്വരാജാണ്, ഗാന്ധിജിയുടെ രാഷ്ട്രീയമാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയം കോൺഗ്രസ്സുകാർ പണ്ട് ഉപേക്ഷിച്ചു. അപ്പോൾ ഈ ഗാന്ധിജി വാസ്തവത്തിൽ നമ്മൾ ഈ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ വാഴ്ത്തുമ്പോൾ നമ്മൾ ഗാന്ധിജിയെ സ്വാതന്ത്ര്യ സമരം നേടിയെടുത്ത ആളെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഗാന്ധിജി ഒരു തത്വചിന്തകനും ഒരു ആത്മീയ ഗുരുവും ഒരു ഫിലോസഫറും ഒക്കെ ആയിരുന്നു. അപ്പം ഗാന്ധിജിയുടെ ജീവിതം സമഗ്രമായി പരിശോധിച്ചാൽ അദ്ദേഹം ഇന്ത്യ പോലെ വളരെ വ്യതിരിക്തമായ ഒരു രാഷ്ട്രത്തിനെ എങ്ങനെ എല്ലാ മനുഷ്യർക്കും തുല്യമായ വളർച്ചയും വികസനവും ഉണ്ടാവാം, റിസോഴ്സുകൾ എങ്ങനെ എല്ലാവർക്കും, അതൊരു വേ ഓഫ് സോഷ്യലിസം. അതായത് കമ്മ്യൂണിസ്റ്റുകാരുടെ സോഷ്യലിസം എന്ന് പറയുന്നത് അരാജകത്വത്തിൽ ഊന്നിയുള്ള അല്ലെങ്കിൽ മതവിരുദ്ധമായ ഒന്നായിരുന്നു. പക്ഷേ ആത്മീയതയിൽ ഊന്നിയുള്ള ഗുരുദേവൻ ചെയ്തത് തന്നെയാണ്. തീർച്ചയായും ഗുരുദേവൻ ചെയ്തത് എന്താണ്? ഗുരുദേവൻ ഈ പരമ്പരാഗത മത നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അദ്ദേഹം വേറൊരു വഴി വെട്ടി തുറന്നു. അദ്ദേഹം ഒരേ സമയം സാമൂഹിക പരിഷ്കർത്താവായിരുന്നു, ഗുരുവായിരുന്നു. യഥാർത്ഥത്തിൽ ഇതിന്റെ മറ്റൊരു മോഡലായിരുന്നു ഗാന്ധിജി. ഞാൻ പണ്ട് പഠിച്ചിട്ടുള്ള അണ്ടർ ദിസ് ലാസ്റ്റ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്, റസ്കിന്റെ ഒരു പുസ്തകമാണ്. അത് ഭയങ്കര ഫിലോസഫിക്കലായിട്ടുള്ള ഒരു പുസ്തകമാണ്. ഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഈ പുസ്തകമാണ് എൻ്റെ ജീവിതത്തെ എന്നെ സ്വാധീനിച്ചത്. അണ്ടർ ദിസ് ലാസ്റ്റ്. അപ്പൊ ഗാന്ധിജിയുടെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത് ഈ ഗ്രാമസ്വരാജായിരുന്നു. ഈ ഗ്രാമസ്വരാജ് രാഷ്ട്രീയം എല്ലാവരും ഉപേക്ഷിച്ചു. അവിടെയാണ് ഗ്രാമസ്വരാജ് രാഷ്ട്രീയത്തിൻ്റെ അടിത്തറയിൽ സമൂഹത്തിലെ മധ്യവർഗത്തെയും പാവപ്പെട്ടവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഗ്രൂപ്പ്. എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. ഞാൻ വളരെ ആവേശഭരിതനായിരുന്നു. കാരണം ഇവിടെ BJPയും കോൺഗ്രസും 2ആയി തിരിഞ്ഞിരിക്കുന്നു, 2 ധാരയായി മാറിയിരിക്കുന്നു. പിന്നെ ഒരുപാട് പ്രാദേശിക കക്ഷികൾ, CPM അടക്കം.
ഈ പ്രാദേശിക കക്ഷികളൊക്കെ പരമ്പരാഗതമായി രാഷ്ട്രീയം നടത്തുന്നവരാണ്. പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരായിരുന്നു ആളങ്ങ് മാറിയിട്ട് പ്രൊഫഷണലിസം വന്നു രാഷ്ട്രീയത്തിൽ. അവരെല്ലാം ഇങ്ങനെ അല്ല, രീതി ഉണ്ടല്ലോ പണ്ട് മുതലേ അവരുടെ രീതി, അതായത് ഒരിക്കലും നടക്കാത്ത ആശയം. ഇവര് ഇപ്പം CPM പറഞ്ഞ വിപ്ലവം വരുമെന്ന്, അവർക്ക് തന്നെ അറിയാം, ഇപ്പോഴും പറഞ്ഞ വിപ്ലവം വരുമെന്നാണ്. അപ്പൊ ഇത്തരത്തിൽ ചില പൊട്ടത്തരങ്ങൾ പറഞ്ഞ് ചില പ്രീണനങ്ങൾ നടത്തി വോട്ട് ബാങ്ക് സൃഷ്ടിച്ച് വോട്ട് നേടി ജയിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു ആശയവും ഈ പാർട്ടികൾക്കൊന്നുമില്ല. അവിടെയാണ് ഗുഡ് ഗവേണൻസ് എന്നുള്ള ഒരു ലക്ഷ്യം. ഗുഡ് ഗവേണൻസ് ഭയങ്കര സാധ്യത. കാരണം ഇവിടെ നമ്മുടെ ഏത് സ്റ്റേറ്റ് ആണെങ്കിലും സെൻട്രൽ ആണെങ്കിലും എല്ലാ പദ്ധതികളും പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഇടനിലക്കാർക്കും ഒക്കെ കിട്ടുന്ന തരത്തിലുള്ള സംവിധാനമാണ്. നമുക്ക് ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ നമ്മളെല്ലാം പറയാനുള്ള ഒരു കാര്യമാണല്ലോ, ഇത് ഓരോ പദ്ധതിയെ കുറിച്ച് ഇത് ഇന്ന ആളടിച്ചോണ്ട് പോകും, ഇത് ഇന്നൊരടിച്ചോണ്ട് പോകുമ്പോൾ നമുക്ക് അറിയാമല്ലോ അത്. അപ്പൊ അതിൽ നിന്ന് മാറി ഭരണ ചെലവ് കുറയ്ക്കുക, അഴിമതി കുറയ്ക്കുക, ജനങ്ങൾക്ക് കൂടുതൽ സേ ഉണ്ടാവുക, അത്തരത്തിലൊരു പുതിയ രാഷ്ട്രീയം കൊണ്ടുവന്നപ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ഡൽഹി പിടിച്ചു. അപ്പോൾ വലിയ ഓർക്കണം, മുഴുവൻ മാധ്യമങ്ങളും എതിരാണ്, ആരുമില്ല പിന്തുണയ്ക്കാൻ, എല്ലാ പത്രങ്ങളും എതിരാണ്, ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ മുഴുവൻ എതിരെ, എല്ലാ രാഷ്ട്രീയക്കാരും എതിരാണ്. ഡൽഹിയിൽ സ്വന്തമായി പോലീസ് പോലും ഇല്ല. ഈ സാധാരണ പോലീസാണ് കേന്ദ്രത്തിന്റെ സർക്കാരിന്റെ ഒരു പോലീസ് പോലുമില്ല. അങ്ങനെ എല്ലാ ബിസിനസ്സുകാർ എതിർപ്പ്, ആരും കാശ് കൊടുക്കത്തില്ല. ഈ എതിർപ്പുകൾക്കിടയിൽ ഇയാൾ അതിലെല്ലാ സർവേകളും ഇയാൾ തോക്കുമെന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും ജയിച്ചു വരിക. ഹിമാചലിലും ഹരിയാനയിലും ഗുജറാത്തിലുമൊക്കെ സാന്നിധ്യം, ഗുജറാത്തിലൊക്കെ സത്യം പറഞ്ഞാൽ ഒരുപാടിടങ്ങളിൽ വിജയ അടുത്തെത്തി. മാത്രമല്ല കോൺഗ്രസ് ദുർബലമായ സംസ്ഥാനങ്ങളിലേക്കാണ്, ആ ഗ്യാപ്പിലേക്കാണ് ഇവർ കയറി ചെന്നത്. പഞ്ചാബ് ഭരണം കിട്ടി. ഇങ്ങനെ വളർന്നു വരുന്ന ആം ആദ്മി പെട്ടെന്ന് ഡൽഹിയിൽ നിഷ്കാസിതരാകുമ്പോൾ, അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും തോൽക്കുമ്പോൾ ഇതൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. വലിയ നമ്മുടെ നാട്ടിലെ സാധാരണ ഇടത്തരക്കാരെ ജനങ്ങൾക്ക് ഏറ്റവും വലിയൊരു അവരുടെ പ്രതീക്ഷകൾക്കേറ്റ തിരിച്ചടിയേറ്റ ഒരു 4% വോട്ട് വ്യത്യാസമുള്ളൂ. കെജ്രിവാൾ തോറ്റു, സിസോദിയ തോറ്റു. അപ്പോൾ നമ്മൾ ഇതുവരെ ആം ആദ്മി ഇതുവരെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്ന ഒരു രാഷ്ട്രീയമുണ്ട്, അത് ജനങ്ങൾ അംഗീകരിച്ചിരുന്നു, എല്ലാം പറഞ്ഞത്. ആ രാഷ്ട്രീയത്തിൽ ഒരു 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 വാദമെന്ന് പറയുന്നത് ഇവരെ ഈ അഴിമതിക്കെതിരെയും എന്താണ് പറയുന്നത്, ഈ വർഗീയതയ്ക്കെതിരെയും ഒക്കെ നിലപാടെടുക്കുന്നത് കൊണ്ട് ഇവരെ എല്ലാവരും കൂടി മോശക്കാരാക്കി അഴിമതിക്കാരാക്കി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ഒരു 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 എന്താ ഒരു എക്കോസിസ്റ്റം സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ കെജ്രിവാളും മനീഷ് സിസോദിയയും തോറ്റപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ജനങ്ങളത് വിശ്വസിച്ചു, ജനങ്ങൾ അവരെ മനസ്സിലാക്കിയിരിക്കുന്നു, ജനങ്ങൾ അവരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. അവർ പറഞ്ഞത് കള്ളത്തരമായിരുന്നു. കള്ളത്തരം പറഞ്ഞാൽ ജനങ്ങൾക്കത് മനസ്സിലാകും എന്നുള്ളതാണ്. എല്ലാവരും എല്ലാ കാലം പറ്റിക്കാൻ പറ്റില്ല. എല്ലാ കാലം നമുക്കറിയാലോ, നമ്മൾ ആദ്യം അദ്ദേഹം മുഖ്യമന്ത്രിയെ സമയത്തുള്ള ചില ദൃശ്യങ്ങൾ നമുക്ക് പോകാറുണ്ട്. അതൊരു വാഗണാർ കാറിൽ തലയിൽ ഇങ്ങനെ ഒരു മഫ്ലർ കെട്ടിക്കൊണ്ടൊക്കെ യാത്ര ചെയ്യുന്ന കാണും, നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവിടെ പോലീസ് വള്ളിച്ചെരുപ്പെടുത്തവർ സാധാരണ ഒരു പാൻറ് അതൊക്കെ ഷർട്ട് ഇട്ട് ഒരു വളരെ സാധാരണക്കാരായ IRS ഉദ്യോഗസ്ഥനായിരുന്ന ആളാണല്ലോ. എന്നിട്ട് പോലും അത് എത്ര സിമ്പിളായിട്ട് അതിൻ്റെ ബ്യൂറോക്രാറ്റിക് ആളുകളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായൊരു മനുഷ്യൻ. അങ്ങനെ ഒരാൾ വരുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷകളായിരുന്നു. പക്ഷെ പിന്നീട് പുറത്തു വരുന്ന വാർത്തകൾ നമ്മെ തന്നെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അപ്പം ഞാൻ അതൊന്നും വിശ്വസിച്ചിരുന്നില്ല. എന്നെ വേദനിപ്പിച്ച ഒന്നിനും ഇപ്പം മദ്യനയ അഴിമതി, ഞാൻ അത് അത്ര ഗൗരവത്തിലെടുത്തിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പാർട്ടി മുമ്പോട്ട് കൊണ്ടുവന്ന് പണം വേണം. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കൊടുക്കാൻ അംബാനിയും അദാനിയും മറ്റേ ടാറ്റയും ഒക്കെ ഉണ്ട്, ഇവർക്ക് കാര്യമില്ല. അപ്പോൾ ആ സ്ഥിതിയിൽ ഇവരെന്ത് ചെയ്യണം, ഇവർ അഴിമതി നടത്തുന്നതിന് പകരം പാർട്ടി വളർത്താൻ വേണ്ടി ഇവർ ചില ഇടപാട് നടത്തിയായിരിക്കും എന്നാണ് ഞാൻ ഊഹിച്ചത്. പക്ഷേ ജനങ്ങളാ, ഡൽഹിയിലെ ജനങ്ങളാ എല്ലാ ഗുണങ്ങളും ഞാൻ പറഞ്ഞ, നമുക്ക് ഇപ്പം സോവിയറ്റ് യൂണിയൻ്റെ കഥ എടുക്കുക, നമ്മളൊക്കെ സ്വപ്നം കണ്ടു, നമ്മൾ ONV ഒക്കെ കവിത എഴുതി, എത്ര നമ്മൾ ആ സോവിയറ്റ് ലാൻഡ് സ്വർഗ്ഗലോകം ഇതാണ് നമ്മൾ കരുതി അവിടെ സ്വർഗമാണെന്ന്. യഥാർത്ഥത്തിൽ അവിടുത്തെ ജനങ്ങൾക്കറിയാമായിരുന്നു അത് നരകമാണെന്ന്. ജനങ്ങൾ തലക്കൽ ഇത് തന്നെയാണല്ലോ ഇപ്പം ഡൽഹിയിൽ സ്വർഗമാണെന്ന് ഇവർ പറയുമ്പോൾ നമ്മളത് വിശ്വസിച്ചു. എന്നാൽ ഡൽഹിക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് സ്വർഗമല്ല. ഡൽഹിയിൽ നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് ഈ ചേരി പ്രദേശങ്ങൾ ഇല്ലാതാക്കി അവിടെ റിഹാബിലിറ്റേറ്റ് ചെയ്യുമെന്ന് അവർ പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല, 2 ടേമായിട്ടും ചെയ്തില്ല. നല്ല സൗജന്യ വിദ്യാഭ്യാസം, സൗജന്യ കറണ്ട്, സൗജന്യ വെള്ളം, എന്നിട്ട് എന്തുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്തില്ല? ഇത് വല്ലാത്ത ചോദ്യമല്ലേ. സൗജന്യ വെള്ളവും സൗജന്യ കറണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും വലിയ ഓഫറാണ്. സ്ത്രീക്ക് മഹല്ല് ക്ലിനിക്ക് ഉണ്ടായിരുന്നു, ആ ചികിത്സ ഇത് സൗജന്യമായിട്ട് കൊടുത്തു. അത് എന്തുകൊണ്ട് അവർ തള്ളിക്കളഞ്ഞു? അപ്പം അതിൽ നിന്നും എന്തൊക്കെയോ കുഴപ്പം. എനിക്ക് ആദ്യം ആം ആദ്മിയോട് എതിർപ്പ് തോന്നിയത് ഞാൻ വളരെ ഞാനത് എൻ്റെ മനസ്സിൽ വിഷമം തോന്നിയത് കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും 1-ാം പേജിൽ
ഒരു തവണ ഇവർ പരസ്യം കൊടുത്തിരുന്നു, വലിയ പരസ്യം കൊടുത്തിരുന്നു. എൻ്റെ ചോദ്യം, ഈ പരസ്യം സർക്കാരിൻ്റെ ഖജനാവിലെ പണമാണ്. ഈ പരസ്യം ഡൽഹി ചെയ്താൽ പിന്നെ മനസ്സിലാക്കാം ഇവരെന്തിനാണ് കേരളത്തിലെ ഒരു ബന്ധമില്ല. മാത്രം ആം ആദ്മി പാർട്ടി കേരളത്തിൽ യാതൊരു അടിത്തറയില്ലാത്ത അവസ്ഥ. അപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഇവരെല്ലാ സ്റ്റേറ്റിലും ചെയ്ത് കാണും. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ വന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഖജനാവിലെ പണം എടുത്തുകൊണ്ട് ഇത്രയധികം പണം മുടക്കി ഇവർ ഈ പരസ്യം ചെയ്തു? പ്രധാന പത്രങ്ങൾ ലക്ഷങ്ങളാവും പരസ്യം. എനിക്ക് വളരെ വിഷമമുണ്ടാക്കിയത്. രണ്ടാമത് എന്നെ വിഷമമുണ്ടാക്കിയത് മുഖ്യമന്ത്രിയുടെ വസതി 80 കോടി രൂപ മുടക്ക്. 80 കോടി എന്നൊക്കെ പറയും നമ്മൾ കണ്ണെടുത്ത്. ഡൽഹിയാണ് മാത്രം, ഒരു പക്ഷേ മൊത്തം പൊളിച്ച് പാടിഞ്ഞ് കാണും. എന്ന് മാത്രം മുഖ്യമന്ത്രിയുടെ വസതിയാ, കേജ്രിവാളിന്റെ വസതിയല്ല. അവിടെ ആരോ താമസിക്കുന്നത്. ഇപ്പൊ സുഖമായിട്ട് BJP-യുടെ അടുത്ത മുഖ്യമന്ത്രി അവിടെ താമസിക്കാം, അയക്കുവാൻ താമസിക്കാം, സുഖമായിട്ട് താമസിക്കാം. പക്ഷേ ഈ ലളിത ജീവിതത്തിൻ്റെ രാഷ്ട്രീയം പറയുന്നയാൾ തീർച്ചയായും അത്രയും കാശ് മുടക്കിയ ഒരു മന്ദിരം പണിയുടെ കാര്യം. ഇപ്പം ഞാൻ പി പ്രസാദുമായിട്ട് സംസാരിച്ചു, നമ്മുടെ കൃഷിമന്ത്രി. അതേ ലളിതത്തിൻ്റെ ഒരാളാണ്, വളരെ നല്ല മനുഷ്യൻ. എന്നോട് പ്രസാദ് പറയാണ് ഇതിപ്പം വല്ലാത്ത കുരുക്കാണ്. കാരണം വെച്ചാൽ 12,000 വർഷം മുമ്പത്തെ ഒരു വീടാണ് താമസിക്കാൻ കിട്ടിയിരിക്കുന്നത്. അത് നന്നാക്കാൻ പോയാൽ ലക്ഷങ്ങളാവും. അപ്പോൾ നിങ്ങളെല്ലാം എഴുതും പ്രസാദ് മോഡി ഇത് നന്നാക്കിയില്ല, ഇത് മുഴുവൻ നനഞ്ഞ് കഥ ചെയ്ത് ഞാൻ പറഞ്ഞു വേണ്ട നന്നാക്കണ്ടെന്ന് പറഞ്ഞു. സത്യമാണ്. ഈ തിരുവനന്തപുരത്തെ പല ഈ പഴയ സായപ്പനകത്തെ കൊട്ടാരങ്ങളുണ്ടല്ലോ, ഔദ്യോഗിക വസതികൾ, ഇത് പലതും പ്രശ്നത്തിലാണ്. നന്നാക്കാനും പറ്റില്ല. നന്നാക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കേണ്ടി വരും. അത് പൊളിച്ച് പണിത് വേറെ പണിയുന്ന നല്ലത്. പക്ഷെ എന്നാലും പ്രശ്നം മന്ത്രിമന്ദിരം പണിയുന്ന വാർത്ത വരത്തില്ലേ? പക്ഷേ ഇക്കാര്യത്തിൽ ഇത് ജനങ്ങളുടെ ഇടയിൽ വലിയ ഒരു വിശ്വാസ തകർച്ച ഉണ്ടാക്കി. എനിക്ക് വാസ്തവത്തിൽ ഒരു മതിപ്പ് കുറവ് തോന്നി. എങ്കിൽ പോലും ഞാൻ കരുതിയിരുന്നത് ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഗുണഭോക്താക്കൾ അവിടുത്തെ ജനങ്ങളാണ്, ഇടത്തരക്കാർ ജനങ്ങൾ. അവർ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിനോടൊപ്പമാണ് നിൽക്കുന്നത്, അവർ വോട്ട് ചെയ്തു. പക്ഷേ തള്ളിക്കളഞ്ഞു. അല്ല, ഞാനും കരുതിയത് ഇന്ന് രാവിലെ ഒരുപക്ഷെ പരാജയപ്പെടുമായിരിക്കാം, പക്ഷേ കേജ്രിവാൾ ഉൾപ്പെടെ തോറ്റു തിന്നാൻ പാടും നമ്മൾ സ്വപ്നം. പക്ഷേ ഈ സർവേ എക്സിറ്റ് പോൾ അത് കറക്റ്റ് ആയിരുന്നു. എക്സിറ്റ് പോൾ പറഞ്ഞ ഇങ്ങനെ തന്നെയായിരുന്നു അല്ലേ? എല്ലാ എക്സിറ്റ് പോളും പറഞ്ഞിരുന്നത് കറക്റ്റ് ആയിരുന്നു. ഇടയ്ക്ക് ഹരിയാനയിൽ മാത്രം തെറ്റിപ്പോയി നമ്മൾ സംശയിച്ച്. ഇവിടെ കെജ്രിവാൾ തോറ്റു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അത് ആം ആദ്മി തോറ്റു എന്ന് പറയുന്നതിനേക്കാൾ വലുതാണ് കെജ്രിവാളും മനീഷ്. കാരണം അവർ രണ്ടുപേരും ആം ആദ്മിയുടെ രക്തസാക്ഷികളാണ്. അവർ ആദർശത്തിന് നിന്നവരാണ്, രക്തസാക്ഷികളാണ്. ഇവർ രണ്ടുപേരെയും മോദി സർക്കാർ പക വീട്ടുന്നതിന് വേണ്ടി ജയിലിൽ അടച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ജനങ്ങൾ അതിനെ അംഗീകരിച്ചു. വലിയൊരു ഇതിന് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ രാജ്മോഹൻ ഈ ആം ആദ്മി വിപ്ലവം അങ്ങ് നിന്നുപോകും. ഇനി ഇത്തരത്തിലുള്ള ഒരു പുതിയ പ്രസ്ഥാനങ്ങൾ വന്നാൽ അവരിന് വളരാനും പോകുന്നില്ല, ചുവട് പിടിച്ചു. കാരണം അവരെ പോലെ തുടക്കത്തിൽ കുറേ തത്വങ്ങൾ പറയും, പിന്നീട് അവർക്ക് ഇഷ്ടമുള്ള മാറുകയും ചെയ്യും, ആലോചിക്കും. അതിൻ്റെ അകത്തുള്ള ഗ്രൂപ്പ് വഴക്കും ഒറ്റയാൻ പ്രസ്ഥാനങ്ങൾ വന്നാൽ എന്ത് സംഭവിക്കുന്നതിന് തെളിവാണ്. അകത്തൊരു ഗ്രൂപ്പ് പഞ്ചാബിൽ വന്നു എന്ന് പറയുന്ന കഥ വാസ്തവത്തിൽ അത് തികച്ചും വ്യത്യസ്തമായ രാഷ്ട്രം. കാരണം പഞ്ചാബിൻ്റെ ഒരു മനസ്സെന്ന് പറയുന്നത് സിഖ് രാഷ്ട്രവാദത്തോട് യോജിച്ച് നിൽക്കുന്ന മനസ്സാണ്. അവരിങ്ങനെ പുറത്തൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ, അവസരം കിട്ടിയാൽ ഖാലിസ്ഥാൻ ഉണ്ടാക്കാൻ നിൽക്കുന്നത്. അപ്പം അവര് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കിട്ടിയപ്പോൾ അവരെ ചേർത്തെടുത്തതാണ്. ഇത് മാത്രമല്ല ഈ സമയത്താണ് സിഖ് ഭീകരവാദം ഇത്ര ശക്തമായത്. കാനഡയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർ ഇവിടെ ഒരുത്തനെ പിടിച്ച് അകത്ത് ഈ വീണ്ടും സിഖ് ഭീകരവാദം 90കളിൽ അടിച്ചമർത്തപ്പെട്ട സിഖ് ഭീകരവാദം വീണ്ടും ശക്തി പ്രാപിച്ചത് ആം ആദ്മി അവിടെ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അതും ഗൗരവത്തോടെ മുഖ്യമന്ത്രി അത് വന്നതിന് ശേഷം. അപ്പം എന്തായാലും ആം ആദ്മി വിപ്ലവത്തിന് തിരശ്ശീല വീണു എന്ന് കരുതേണ്ടിയിരിക്കുന്നു. ഭാവിയിൽ ഇത്തരം പ്രസ്ഥാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത പോലും നിരാശാജനകമാണ്. കാരണം ഞാൻ കരുതിയിരുന്നത് രാജ്യവ്യാപകമായി ഇത് പടർന്നു പിടിച്ച് ഒരു വലിയ പ്രസ്ഥാനമാവുന്നതാണ്. പക്ഷേ അവസാനിക്കുന്നു എന്ന് ഒരു കാര്യമുണ്ട്. രണ്ടാമത് നമ്മൾ പരിഗണിക്കുന്നത് കോൺഗ്രസ് പാർട്ടി ആണ് ആം ആദ്മി പാർട്ടിയേക്കാൾ കൂടുതൽ നാണം കെട്ടിരിക്കുന്നത്. കാരണം തുടർച്ചയായിട്ട് 15 കൊല്ലം ഭരിച്ചിരുന്നതാണ്. 98 മുതൽ തുടർച്ചയായിട്ട് 15 കൊല്ലം ഭരിച്ചിരുന്ന അവിടെ 2013 8 സീറ്റാണ്. ഷീലാ ദീക്ഷിത്തിനെ കെജ്രിവാൾ തോൽപ്പിക്കുന്ന തെരഞ്ഞെടുപ്പിൽ 15-ലും 20-ലും 25-ലും 0. ആ കഴിഞ്ഞ വർഷത്തേക്കാൾ മെച്ചപ്പെട്ട 4.5% വോട്ട് ഇത്തവണ ഏകദേശം 7% ആക്കി. ആ വ്യത്യാസമുള്ളൂ. കോൺഗ്രസ് ആണ് ഡൽഹിയിൽ ഇത്രയും കാരണം ആം ആദ്മിക്ക് 4% വോട്ട് കുറവുള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷെ കോൺഗ്രസ് കേവലം 7% താഴെ നിൽക്കുന്നെന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഒരുപാട് വീഴ്ചകളുണ്ട്. എന്തുകൊണ്ട് കോൺഗ്രസ് ആം ആദ്മിയുമായി സഖ്യത്തിൽ ഏർപ്പെട്ട് മത്സരിച്ചില്ല? നമ്മളിന്ന് നോക്കുമ്പോൾ ഈ പലയിടത്തും ത്രികോണ മത്സരം നടന്ന സ്ഥലത്തൊക്കെ തന്നെ ഈ കോൺഗ്രസ് സ്ഥാനത്തിൽ 6,000-7,000 വോട്ട് പിടിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ അറിയാമല്ലോ, ജനസംഖ്യ പൊതുവെ കുറവാണ്, വോട്ടർമാരാണ്.
പല സ്ഥലങ്ങളിലും ആം ആദ്മി തോക്കാൻ കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണെന്ന് ഉറപ്പാണ്. അതെ. അപ്പോൾ കോൺഗ്രസ്സുകാരെന്ത് ചെയ്യണമായിരുന്നു? ഡൽഹിയിലെ 70-ൽ 62 സീറ്റും നേടി ഭരിക്കുന്ന പാർട്ടിയാണ്. അപ്പം അവരുമായിട്ട് സഖ്യത്തിന് ചേരുമ്പോൾ ആ തോറ്റുപോയിരിക്കുന്ന 8 സീറ്റും പിന്നെ പറ്റുമെങ്കിൽ ഒരു 3-4 സീറ്റോട് തരൂ എന്ന് പറഞ്ഞ് ആം ആദ്മിയുടെ താല്പര്യത്തിന് വഴങ്ങി തെരഞ്ഞെടുപ്പിനെ നേരിടണമായിരുന്നു. പക്ഷേ കോൺഗ്രസ് ഞങ്ങൾ ഏറ്റവും വലിയ പാർട്ടിയാണ് എന്ന രീതിയിൽ എല്ലായിടത്തും ഇതാണ് സംഭവിക്കുന്നത്. പശ്ചിമ ബംഗാളിലാണല്ലോ സംഭവിച്ചത്. അപ്പം BJPയുടെ ഈ വിജയത്തിന് കോൺഗ്രസിന് വലിയ റോളുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റും. കോൺഗ്രസ് BJP സഹായിച്ചത് ഫലത്തിൽ കോൺഗ്രസ് ആണ്. പല മണ്ഡലങ്ങളിൽ കണക്കെടുക്കാൻ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. പറയാതിരിക്കാൻ പറ്റും. 1. 2, ഇവിടെ കോൺഗ്രസിൻ്റെ ഭാവിയും BJPയുടെ കണക്കൂട്ടിൽ നമ്മൾ സൂക്ഷിച്ചു. BJP എന്ന് പറയുന്നത് വളരെ ഇപ്പോൾ 100 കൊല്ലം കൊണ്ട് വളർന്ന RSSന്റെ ഒരു വല്ലാത്ത പിൻബലം അവർക്കുണ്ട്. അപ്പം പിന്നെ മറ്റൊരു ശാസ്ത്രം നമ്മൾ ഒരു ശാസ്ത്രം നമ്മൾ മനസ്സിലാക്കേണ്ട, 10 കൊല്ലം 2 ടേം തുടർച്ചയായി ഒരു സർക്കാർ ഭരിച്ചാൽ ജനത്തിനൊരു മടുപ്പ്, ആന്റി ഇൻകംബൻസി അവിടെ ഉണ്ടാവും, വികാരം ഉണ്ടാവും. അത്തരം സാഹചര്യങ്ങളൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും അതുണ്ടാവും. പിണറായി നേരിടാൻ പോകുന്ന അടുത്ത തെരഞ്ഞെടുപ്പിൽ അതാണ്. അപ്പം ഈ ഒരു സാഹചര്യം ആം ആദ്മിയെ നേരിട്ടു, കേന്ദ്രത്തിൽ BJP നേരിട്ടു. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് BJP 282 സീറ്റാണ് മോദി 2014 നേടുന്നത്. അത് 303 സീറ്റായി 2019. 3-2 ഭൂരിപക്ഷം എന്ന് പറഞ്ഞിട്ടും പക്ഷേ 2024 അത് കേവലം 240 സീറ്റ്, ഏതാണ്ട് 63 സീറ്റ് കുറഞ്ഞു പോയി. മാത്രമല്ല സഖ്യകക്ഷികളുടെ സഹായത്തോടെ മന്ത്രിസഭ രൂപീകരിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ആ ഒരു പ്രതിസന്ധിയിൽ കോൺഗ്രസിന്റെ പ്രതീക്ഷ BJP തീരുന്നു എന്നുള്ളതാണ്. അതായത് ജനങ്ങൾ BJP കൈവിട്ടു, ഇനി ഞങ്ങളാണ്. കാരണം ഇരട്ടിയായിട്ട് കൂടി അവരുടെ കോൺഗ്രസ്സുകാർക്ക് എവിടെയെങ്കിലും ഒരു വിജയം കിട്ടിയാൽ പിറ്റേന്ന് തൊട്ട് പിന്നെ അവരെ മദ്യം പറഞ്ഞ ആഹ്ലാദിക്കുന്ന ശീലമുണ്ട്. അതെ. അപ്പോൾ ഇവരെ ഇരട്ടിയായിട്ട് ആഹ്ലാദിക്കുന്നു. അടുത്ത തവണ എന്തായാലും 200 സീറ്റിലേക്ക് വളരും. BJPക്ക് ഇപ്പോഴത്തെ ഈ 240 എന്നുള്ളത് BJPക്ക് എങ്ങനെയായാലും 200 താഴിലേക്ക് പോകുമെന്നൊരു വിശ്വാസത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. ആ ആത്മവിശ്വാസത്തിന് കോട്ടം തട്ടും. കാരണം ഈ വീഴ്ച കൃത്യമായി BJP ഉൾക്കൊള്ളുകയും അത് മനസ്സിലാക്കി എങ്ങനെയാണ് അത് പരിഹാരം ഉണ്ടാക്കേണ്ടത് കണ്ടെത്തി. BJP നേരത്തെയും പല ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടായ സ്ഥലത്തെല്ലാം അടുത്തവണ ഒരു വിജയിച്ചിട്ടുണ്ട്. അത് കൃത്യമായി ഹോംവർക്ക് എടുത്ത് എന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിച്ച് അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഡൽഹിയിലെ സംബന്ധിച്ച് ഡൽഹിയിലെ കോൺഗ്രസിൽ എത്ര പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ട്. അജയ് മാക്കൻ അല്ലാതെ പണ്ട് KL ഭഗത്ത്, അതുപോലെ ജഗദീഷ് ടൈറ്റ്ലർ, ഷീലാ ദീക്ഷിത്, നീണ്ട നിരയാണ് ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കൾ. ഇന്ന് ആരാ ഉള്ളത്? ആരുമില്ല. ഈ അജയ് മക്കാൻ ഒറ്റ ബുദ്ധിക്കാരനാണ്. അയാളും മറ്റേ പലരും തമ്മിൽ ഉടക്കുവാണ്. ഷീലദേശിന്റെ മകനും അയാളും തമ്മിൽ തർക്കത്തിലാണ്. മാത്രമല്ല അയാളാണ് ആം ആദ്മിയെ അകറ്റി നിർത്തിയത്. അജയ് മക്കാനാണ്. അല്ല, ഇവിടെ ഈ BJP ഇപ്പൊ മഹാരാഷ്ട്രയിൽ നേടിയ വിജയം അവിശ്വസനീയമായ വിജയമാണ്. നമുക്ക് ബാക്കിയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഡൽഹി നേടി ഏതാണ്ട് 23 സീറ്റ് ആം ആദ്മിക്കുണ്ട്. പക്ഷേ മഹാരാഷ്ട്രയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം മഹാരാഷ്ട്രയിൽ ആലോചിച്ച് നോക്കിയേ, അവിടെ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള 3 രാഷ്ട്രീയ പാർട്ടികളാണ്. ശിവസേന, NCP, BJP. കോൺഗ്രസ് ഇരുന്നോട്ടെ, കോൺഗ്രസ് വലിയ കാര്യമൊന്നുമില്ല. ഇതിലെ ശിവസേനയും NCPയും കോൺഗ്രസും ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. അവരുടെ വിഘടിച്ച് വന്ന 2 ഭാഗത്തെ കൂടെ ചേർത്ത് ജനപിന്തുണയുണ്ടെന്ന് ആരും കരുതിയില്ല. പക്ഷേ തൂത്തുവാരി എടുക്കാന്ന് വെച്ചാൽ, സകലരും തോറ്റുപോകാന്ന് വെച്ചാൽ അവിശ്വസനീയമായി എല്ലാവരും തോൽപ്പിച്ച് മുഴുവൻ സീറ്റും നേടി BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാവുന്ന ഒരു സാഹചര്യം അവിടെ രൂപപ്പെടുത്തിയെടുത്തു. ആ ഒരു രാഷ്ട്രീയം എപ്പോഴാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടിയതിന് ശേഷമാണ്. പാഠം പഠിച്ചിട്ട് പിന്നെ ഹോംവർക്ക് നടത്തി. അപ്പോൾ എന്നാ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ, ഇവിടെ BJP വിരുദ്ധ വികാരം, BJPയെ സാധാരണ ഈ 10 കൊല്ലം തുടർച്ചയായി ഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിരുദ്ധ വികാരമുണ്ട്. ആ വിരുദ്ധ വികാരം അല്പം ജനപ്രീതി ഇടിഞ്ഞ് അങ്ങ് പരിഹരിക്കപ്പെട്ടു. എന്നുവെച്ചാൽ ഇനി വലിയ കുഴപ്പമില്ലാത്ത തരത്തിൽ പരിഹാരം ഉണ്ടാക്കിയതോടുകൂടി ആ ഒരു 10 കൊല്ലം കൊണ്ട് പീക്കിലേക്ക് എത്തിയ BJPയുടെ ഒരു ഇതുണ്ടല്ലോ, അത് താന്നു എന്ന് പറഞ്ഞാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇതിങ്ങനെയാണ് ഈ കാര്യങ്ങളുടെ പോക്കെങ്കിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിക്ടറി ആയിരിക്കും. അല്ല, നമ്മൾ ഡൽഹി രാഷ്ട്രത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞ ഒരു ചരിത്രപരമായ കാര്യം കൂടെ പറയാം. ഒരു മലയാളിക്ക് ഡൽഹി മുഖ്യമന്ത്രിയായ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് C. കൃഷ്ണൻ നായർ എന്നാണ്. അദ്ദേഹം തിരുവനന്തപുരം നേറ്റങ്കരക്കാരനാണ്. അദ്ദേഹം DPCC പ്രസിഡൻ്റായിരുന്ന ആളാണ് അന്നത്തെ കാലത്ത്. ജവഹർലാൽ നെഹ്റു 52 അദ്ദേഹത്തോട് പറഞ്ഞ് താങ്കൾ മുഖ്യമന്ത്രിയാവാൻ പറഞ്ഞു. അദ്ദേഹം എനിക്ക് മുഖ്യമന്ത്രി ആകണ്ടെന്ന് പറഞ്ഞു. മാത്രമല്ല ഒരു 34 വയസ്സുള്ള ഒരാളിന് പകരം അദ്ദേഹം അതിൻ്റെ പേര് ഞാൻ പറഞ്ഞ് മുഖ്യമന്ത്രി അദ്ദേഹം നിർദ്ദേശിച്ചു. അന്ന് അദ്ദേഹത്തിന് മലയാളിയായ അദ്ദേഹത്തിന് ഡൽഹി മുഖ്യമന്ത്രി ആകാമായിരുന്നു.
അങ്ങനെയുള്ള ഗാന്ധിയനായതുകൊണ്ട് അദ്ദേഹം വേണമെന്ന് വെച്ചാൽ അത് കോൺഗ്രസ് ഇന്ന് കോൺഗ്രസ്സുകാർ പോലും മറന്നു, ആ മനുഷ്യനെ മറന്നു. ഞാൻ കഴിഞ്ഞ ദിവസം എവിടെ വായിച്ചിരുന്നു. ഈ ഡൽഹിയിലൊക്കെ ധാരാളം മലയാളികൾ കോൺഗ്രസിന്റെ തലപ്പത്തുണ്ട്. കാരണം ദീർഘകാലമായി ഡൽഹി താമസിക്കുന്ന മലയാളികൾ. ബാംഗ്ലൂരിൽ ഒരു കർണാടക പല മന്ത്രിമാരില്ലേ അവിടെ? ഇപ്പം കർണാടക ജനറൽ സെക്രട്ടറി ഞാൻ പരിചയപ്പെട്ടിരുന്നു. മന്ത്രി ഉണ്ട്, നമ്മുടെ ടി ജോൺ മന്ത്രിയായിരുന്നു. ഇപ്പോഴും അതൊക്കെ മന്ത്രിമാരുണ്ട് അവിടെ. ജോർജ് ചിങ്ങവനത്തുകാരൻ, കേളാചന്ദ്രൻ. അല്ല, അതൊക്കെ അവിടെ സെറ്റിൽ ആയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആവുന്നതാണ്. പിന്നെ എന്തായാലും ഈ BJP അവരുടെ ആ തിരിച്ചടിയിൽ അവരത് പാഠം ഉൾക്കൊണ്ട് അവരത് തിരുത്തി കൃത്യമായ രാഷ്ട്രീയത്തിന് മുമ്പോട്ട് പോകുന്നു. കോൺഗ്രസ് ഒക്കെ തിരിച്ചടിയുണ്ടായി പിന്നെ നിശബ്ദരാണല്ലേ, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തും, ഞാനാണ് നീയാണെന്ന് പറയും. ഇവിടെ മറ്റൊരു കാര്യം, എനിക്ക് BJP, എനിക്ക് ആം ആദ്മിയോടൊരു മതിപ്പ് തോന്നാൻ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, ഈ കോൺഗ്രസ് എടുത്തിരിക്കുന്നൊരു നയം ഹിന്ദു വിരുദ്ധ നയമാണ്. ഹിന്ദു വിരുദ്ധ രാഷ്ട്രീയം എന്തോ കാരണത്താൽ കോൺഗ്രസ് ആ ഒരു കെണിയിൽപ്പെട്ടുപോയി. എനിക്ക് തോന്നുന്നു അത് രാജീവ് ഗാന്ധിക്ക് ശേഷമാണെന്ന് തോന്നുന്നു ആ ട്രെൻഡിലേക്ക് വന്നത്. ആണ്. അപ്പോൾ ഈ ഹിന്ദു വിരുദ്ധ രാഷ്ട്രീയം കൊണ്ട് കോൺഗ്രസ് ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതേസമയം കെജ്രിവാൾ എടുത്തത് നല്ല ശക്തമായ, അതായത് ഹിന്ദു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഹനുമാൻ ചാലിസേറ്റ് പുള്ളിയങ്ങ് ഇറങ്ങി. ഹിന്ദു രാഷ്ട്രീയം ഒന്നും BJPയുടെ കുത്തകയല്ല, ഞങ്ങൾക്ക് ഉണ്ട് എന്ന് വരുത്തി. അത് രാമന് പകരം ഹനുമാൻ. യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാർക്ക് ഇവിടെ ക്ലച്ച് പിടിക്കണമെങ്കിൽ ഹിന്ദു രാഷ്ട്രീയം അവരെടുത്ത് ഹിന്ദു രാഷ്ട്രീയം തള്ളിക്കളഞ്ഞു. ഇതിനകത്ത് മനസ്സിൽ പണ്ട് ആദ്യകാലത്തൊക്കെ നെഹ്റുവിൻ്റെ ഒക്കെ കാലത്ത് RSSകാർ കോൺഗ്രസ്സിലുണ്ടായിരുന്നു, സഹായിച്ചിരുന്നു ഒരുപാട്. അല്ല, സഹായിക്കില്ല. അതായത് ഇവിടെ RSS എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലല്ലോ, അതൊരു ഹിന്ദു പ്രസ്ഥാനമാണ്. ഈ RSSകാരൻ കോൺഗ്രസ്സുകാരനായിട്ടുണ്ടായിരുന്നു. ഞാൻ RSS ആണ്, പക്ഷെ ഞാൻ കോൺഗ്രസ് ആണ്. ആ ഒരു സ്വാതന്ത്ര്യം, RSSകാരൻ കോൺഗ്രസ്സോ ആകാം, RSSകാരൻ BJP ആകാമെന്നായിരിക്കണം ഒരു നിലപാട്. RSSകാരെല്ലാം BJPക്കാരാവണം എന്ന് ഈ കോൺഗ്രസ്സുകാരുണ്ടാക്കി വെച്ച ഒരു സാധനമാണ്. യഥാർത്ഥത്തിൽ RSS എന്ന് പറഞ്ഞൊരു ഹിന്ദു സംഘടനയാണ്. ഹിന്ദുക്കളെ കോർഡിനേറ്റ് ചെയ്യിപ്പിച്ച് രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കി പോകാൻ ഉദ്ദേശിച്ചൊരു ഹിന്ദുത്വം എന്ന് പറഞ്ഞ ഒരു മതമല്ല, ഒരു വിശ്വാസമാണ് എന്നുള്ള രീതിയിലാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ RSSകാർക്ക് കോൺഗ്രസിൽ ചേരാനും CPM ചേരാനും സ്വാതന്ത്ര്യം കൊടുക്കുന്നിടത്ത് മാത്രമേ ഈ പാർട്ടികൾക്ക് ക്ലിക്ക് പിടിക്കൂ. കരുണാകരനെ നമുക്കറിയാം, അദ്ദേഹം എല്ലാ മത വിഭാഗത്തിൽപ്പെട്ടവരെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴും ഗുരുവായൂരെല്ലാം 1-ാം തീയതി പോവുകയും താനൊരു ഹിന്ദു തന്നെയാണ് എന്ന് ഒരു ഹൈന്ദവ രാഷ്ട്രീയത്തിന്റെ വേറൊരു തലം ജനങ്ങളെ കാണിക്കാൻ അദ്ദേഹത്തിന് എപ്പോഴും കഴിഞ്ഞിരുന്നു. അത് ചെയ്യണം. കോൺഗ്രസിന് പറ്റിപ്പോകുന്നത്, കോൺഗ്രസ്സുകാർ ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ വലിയ കുറിയൊക്കെ തൊട്ട് മറ്റേ രാഹുൽ ഗാന്ധിയൊക്കെ ചായം വാരി തേച്ചിട്ട് ഇങ്ങനെ വലിയ കാവ്യ ഉടുപ്പൊക്കെ ഇട്ട് നടക്കുന്ന അല്ലാതെ യഥാർത്ഥത്തിൽ ഇവർ ഹിന്ദു, കാരണം ഇന്ത്യയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഈ ഇന്ത്യയുടെ ആത്മാവെന്ന് പറയുന്നത് ഹിന്ദുത്വമാണ്. ഈ ഹിന്ദുത്വത്തെ തള്ളി പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇവിടെ നിലനിൽപ്പില്ല. ആ ഹിന്ദുത്വയോടുള്ള ശത്രുത ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ഇത് നമ്മുടെ ആം ആദ്മി പാർട്ടി. അവിടെയാണ് ഈ ആം ആദ്മി പാർട്ടിയുടെ ഒരു ഗുണം ഞാൻ കരുതിയത്. കാരണം ഈ മൃദു ഹിന്ദുത്വത്തിലൂടെ മാത്രമേ ഈ തീവ്ര ഹിന്ദുത്വത്തെ നേരിടാൻ കഴിയുള്ളൂ. അല്ലാതെ ഹിന്ദുത്വത്തെ എതിർത്തുകൊണ്ടുള്ള രാഷ്ട്രീയം ഒരിക്കലും അവർക്ക് മാത്രം, ആ രാഷ്ട്രീയം വാസ്തവത്തിൽ ഹിന്ദുത്വത്തിന് ഗുണമാണ്, BJPക്ക് ഗുണമാണ്. ഈ തന്ത്രം കൃത്യമായിട്ട് ഇയാൾക്കറിയാമായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ കോൺഗ്രസിന് അറിയത്തില്ല. പക്ഷെ എന്നിട്ട് ഇപ്പോൾ തോറ്റു പൂർണ്ണമായും തോറ്റിട്ടില്ല. കോൺഗ്രസ് തോറ്റതുപോലെ തോറ്റില്ല. നമ്മൾ നോക്കണം, പ്രതിപക്ഷാവസ്ഥാനം കിട്ടാനുള്ള എണ്ണം ആണല്ലോ. അല്ല, 36 സീറ്റ് മതി ഭൂരിപക്ഷം കിട്ടാൻ. അപ്പൊ ദയനീയമായ തോൽവി അല്ല, ദയനീയമായ തോൽവി മാത്രമല്ല, തോറ്റെന്നുള്ള ജയിച്ചു. അപ്പൊ അത് തന്നെ മനസ്സിലാക്കണം. അതിഷ് ജയിച്ചു. അതിഷ് അവസാനം കുറച്ചായിരുന്നു, അതിഷ് ജയിച്ചു. അപ്പൊ കെജ്രിവാളിന്റെ ഭാഗത്തൊരു, പിന്നെ ഞാൻ കെജ്രിവാളിനെ കുറിച്ച് കേട്ടത്, കെജ്രിവാളിന്റെ അടുത്തിടപെടുന്നവർ ഞാൻ കേട്ടൊരു കാര്യം വെച്ചാൽ, അദ്ദേഹം ഒരു ഏകഛത്രാധിപതിയാണ്. അദ്ദേഹത്തിന്റെ ആശയം അദ്ദേഹം പറയുന്നിടത്ത് മാത്രം നിൽക്കുന്ന തരത്തിലാണ്. ശരിയല്ലോ, അതൊരു PA MP തല്ലിട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞത് ശരിയല്ലല്ലോ. അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഫൈനാൻസ് മാനേജ്മെന്റ് ആണ്. ഇവർ അഴിമതിക്കെതിരായതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി മുമ്പോട്ട് വളർത്തണമെങ്കിൽ എന്നാ ചെയ്യും? ഫണ്ട് റൈസർമാരില്ല. ഫണ്ട് റൈസ് നടത്തിയ ഉടൻ തന്നെ പൊക്കാൻ വേണ്ടിയിട്ട് ED വരും. ഇതുവരെ നേരിട്ട് പ്രതിസന്ധിയാണ്, കാശുണ്ടാക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്തൊക്കെ കാപട്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ കാപട്യം ജനം തിരിച്ചറിഞ്ഞു. കാരണം യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, പാവപ്പെട്ട മനുഷ്യർ, റിക്ഷ തൊഴിലാളികളെ, ഓട്ടോറിക്ഷക്കാരെ, ചെറുകിട കച്ചവടക്കാരെ, തെരുവ് കച്ചവടക്കാരെ, അവർക്കൊക്കെ വലിയ ഗുണം ചെയ്ത ആളാണ്. അവരെന്തുകൊണ്ട് ആ പാർട്ടി തള്ളിക്കളഞ്ഞു? ഇത്രയും ഉപകാരം ചെയ്തിട്ട് എന്തുകൊണ്ട് ജനത്തിന് വേണ്ടാന്ന് വെച്ചു പറയുമ്പോൾ അദ്ദേഹം റിവീൽ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹം തുറന്നു കാട്ടപ്പെട്ടു. എന്തായാലും ആം ആദ്മിയുടെ ഒരു രാഷ്ട്രീയം അവസാനിക്കുന്നു. കോൺഗ്രസിന്റെ പ്രതീക്ഷ
പൂർണ്ണമായും തീരുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് എവിടെയോ ഞാൻ പണ്ടൊക്കെ വായിച്ചിട്ടുണ്ട്, ഒരാളുടെ പ്രസംഗം ഞാൻ കേട്ടത് ഓർക്കുന്നുണ്ട്, ഇനി വരാൻ പോകുന്ന കാലത്തെ പ്രധാനമന്ത്രിമാരുടെ ലിസ്റ്റ് പറയുക. അണ്ണാമലയൊക്കെ കുറച്ചാളുണ്ട് ഇന്ത്യയിൽ, അങ്ങനെ ലിസ്റ്റ് പറഞ്ഞ് മറ്റേ ഹെമന്ത് ബിശ്വ ശർമ്മയൊക്കെ ഉണ്ട്. അസാമിലെ ഇതെല്ലാം പറഞ്ഞിട്ട് ഒരു 20-25 കൊല്ലത്തെയാണ്. ഈ കാലയളവിലെല്ലാം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇത് സത്യമാവും. കാരണം ഇവർ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയത്തിലെ ക്ലാരിറ്റി ഇല്ലായ്മ, ഈ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ ക്ലാരിറ്റി ഇല്ലായ്മയും BJPക്കുള്ള അനന്തമായ നേതാക്കൾ, ഇപ്പം മോദി പോയാൽ ആരെന്നുള്ള ചോദ്യം എത്ര നേതാക്കളാണ് ലിസ്റ്റുണ്ട്. കോൺഗ്രസിൽ അതില്ല, ഇല്ല ഇല്ല, പോയി ആ തലമുറ പോയി. അപ്പം കോൺഗ്രസിന് പ്രതീക്ഷയ്ക്ക് വകയില്ല. BJPയുടെ ഭരണം ദീർഘകാലം ഉണ്ടാവും. ബദൽ രാഷ്ട്രീയമായി വളർന്നു വരേണ്ട ആം ആദ്മി തകർന്നിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. മത്സരിച്ചിരുന്നു കേട്ടോ, അവർക്ക് ഇതിന്റെ നമ്മൾ നോട്ടയുടെ പുറകെ പോയി, ഒരു സീറ്റാണ് മത്സരിച്ചത്, നോട്ടയുടെ പുറകെയാണ്. മറ്റേ പുള്ളി മത്സരിച്ചു, നമ്മുടെ ഹൈദരാബാദുകാരൻ AIMI മറ്റേ പിന്നെ എന്താണ് അസദുദ്ദീൻ ഒവൈസി, അയാൾ മത്സരിച്ചു. അയാള് BJPക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നത്. അതെല്ലാവർക്കും അറിയാം. എവിടെയെല്ലാം BJP വിജയിക്കുന്നു അവിടെയെല്ലാം പുള്ളി പോയി നിൽക്കുകയാണ്. ഒരു സംശയമുള്ള കാര്യത്തിൽ. എന്തായാലും വലിയ ഒരു ചെറിയ സംസ്ഥാനമാണ്, പോലീസ് അധികാരം പോലും ഇല്ലാത്ത ചെറിയ സംസ്ഥാനമാണ്, പക്ഷേ രാജ്യതലസ്ഥാനമാണ്. ഇത് മാത്രമല്ല ഒരു ബദൽ രാഷ്ട്രീയത്തിന്റെ സാധ്യത അടച്ച രാഷ്ട്രീയമാണ്. BJPയുടെ സാധ്യത ഒരു തരത്തിലും മോശമായിട്ടില്ല എന്ന് സൂചിപ്പിച്ച തെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസിന് ഇനിയും ദീർഘകാലം കാത്തിരിക്കേണ്ടി വരും. ഇനിയും നേരം വെളുത്തിട്ടില്ല എന്ന് നമ്മൾ പറയേണ്ടത്. നയങ്ങളെല്ലാം പരിഷ്കരിച്ച് വലിയൊരു വിപ്ലവകരമായ ഒരു മാറ്റത്തിലൂടെ മാത്രമേ കോൺഗ്രസിന് മുന്നേറാൻ സാധിക്കൂ, വിട്ടുവീഴ്ചകളോട് മാത്രമേ സാധിക്കൂ എന്നും വ്യക്തമാക്കുന്ന തെരഞ്ഞെടുപ്പാണ്. നമസ്കാരം.